നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. സിപിഐഎം നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ നടന്ന അനുസ്മരണം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സിപിഎം നേതാവും മുൻ ആഭ്യന്തര മന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ നടന്ന അനുസ്മരണം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. എത്രയോ വർഷക്കാലം നമുക്കൊപ്പം ഈ കേരളത്തെ നയിക്കാൻ പാർട്ടിയുടെ അമരക്കാരനായി പ്രവർത്തിക്കാൻ സാധിക്കേണ്ടിയിരുന്ന സഖാവ് കോടിയേരിയുടെ അകാല നിര്യാണം പാർട്ടിക്ക് നികത്താനാവാത്ത വിടവാണ് സൃഷ്ടിച്ചത്. സഖാവ് എ.കെ.യുടെയും EMSന്റെയും എല്ലാം ചരമ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കൂട്ടായ നേതൃത്വമായി സഖാവ് കോടിയേരി നിർവഹിച്ച ചുമതലകൾ നിർവഹിച്ചു പോവുക എന്നുള്ളതാണ് പാർട്ടി അഭികാമ്യമായി ഈ വിടവ് നികത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. വളരെ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അടുത്ത് ബന്ധപ്പെടാൻ ഇടവന്നത് എൻ്റെ വീട്ടിന് അടുത്ത് തന്നെയുള്ള ബീഡി കമ്പനിയിലെ സഖാക്കളുടെ ദൈനംദിന ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് സഖാവ് കോടിയേരി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എം.പി. ജയരാജൻ സ്വാഗതം പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി.കെ. ശ്രീമതി, കെ.കെ. ശൈലജ ടീച്ചർ, സ്പീക്കർ എം. ഷംസീർ, വ്യവസായ വകുപ്പ് മന്ത്രി പി. രാജീവ്, പി. ശശി, പി. ജയരാജൻ, ഡോക്ടർ വി. ശിവദാസൻ എം.പി., എൻ. ചന്ദ്രൻ, കെ.പി. സഹദേവൻ, ടി.വി. രാജേഷ്, കെ.വി. സുമേഷ് എം.എൽ.എ., എം. പ്രകാശൻ, പി. ഹരീന്ദ്രൻ, പി.വി. ഗോപിനാഥ്, പി. പുരുഷോത്തമൻ, പി.പി. ദിവ്യ, ടി.കെ. ഗോവിന്ദൻ, പനോളി വത്സൻ, കാരായി രാജൻ, പി.കെ. ശശി, കോടിയേരിയുടെ സഹധർമ്മിണി വിനോദിനി, മക്കളായ ബിനീഷ് കോടിയേരി, ബിനോയ് കോടിയേരി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും നേതാക്കളും പാർട്ടി പ്രവർത്തകരും പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിലെത്തിയിരുന്നു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.